ഹലോ എവരിവൺ, നമ്മുടെ എയർഫോഴ്സിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്, പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതായത് ഓപ്പൺ റാലി ആണ്. കേരളത്തിലുള്ള നമ്മുടെ ആസ്പിറൻസിന് ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കേരളത്തിൽ നമ്മളെ മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട്, അതായത് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എന്ത് നടക്കാൻ പോണേ, നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് റാലി നടക്കാൻ പോണേ. അപ്പൊ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ പിള്ളേര് എല്ലാവരും എന്ത് ചെയ്യണം, ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതി അവിടേക്ക്. ആർക്കൊക്കെയാണ് പോകേണ്ടത്, ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്, എത്ര വയസ്സാണ് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും. ഇത് 10ാം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ BSc ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിന് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് തൊട്ട് വരെ കാണാൻ ശ്രമിക്കുക. മാക്സിമം എന്ത് ചെയ്യാം, ഇത് നിങ്ങളെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന പിള്ളേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നടക്കുന്നത് 1 ഫെബ്രുവരി 2025 അതായത് അടുത്ത മാസം ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നോക്കിക്കോളാം. റാലി ഡേറ്റ്സ് ആൻഡ് എലിജിബിൾ സ്റ്റേറ്റ്സുകൾ നോക്കിക്കോളൂ. 29-30, അതായത് ജനുവരി 29-30 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അന്ന് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റുന്നത് ഫെബ്രുവരി 1-ഉം 2-ഉമാണ്. പക്ഷെ ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് എന്നാടാ, ഫെബ്രുവരി 1 ഓക്കെ, ഫെബ്രുവരി 1 എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവണം. കാരണം 2-ാം തീയതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഫെബ്രുവരി 1 നിങ്ങളെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരള, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നൊക്കെ ഉണ്ടാവും ആൾക്കാർ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട് മക്കളെ. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 6 മണിയാണ്. രാവിലെ 6 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. 6 മണി കണ്ട 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുമ്പേ അവിടെ എത്തിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പടാ ഫെബ്രുവരി 4-5 അത് പ്ലസ് ടു പാസ്സായ ആൾക്കാർക്കല്ല, അത് വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഓർ BSc ഇൻ ഫാർമസി. ഈ കാറ്റഗറിക്കാണ് 4-5 തീയതികളിലുള്ള ക്യാമ്പയിൻ ഉള്ളത്. അതായത് ഓപ്പൺ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുക. അപ്പൊ ഇവരെന്ത് ചെയ്യണം, 4-ാം തീയതി തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളവിടെ എൻറോൾമെന്റ് ചെയ്യണം. അതുപോലെ അന്നും കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ഒക്കെ അന്ന് അവിടെ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നേരത്തെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എൻറോൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് 6 മണി തന്നെയാണ്. അപ്പൊ മക്കളെ മാക്സിമം നിങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവണം. കാരണം ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് എയർഫോഴ്സിലെ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതായത് 10ഉം പ്ലസ് ടുവും പാസ്സായ കുട്ടികൾക്ക്, അതും അൺമാരീഡ് ആയിരിക്കണം, കല്യാണം കഴിഞ്ഞ കുട്ടികളല്ല, അൺമാരീഡ് ആയിട്ട് കുട്ടികൾ. ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ജൂലൈ 3, 2004 ജൂലൈ 3, 2008 ഉള്ളിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, ഈ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഫാർമസി കാൻഡിഡേറ്റ്സിന്, അതായത് ഡിപ്ലോമ ഓർ BSc ഇൻ ഫാർമസി ഉള്ള ആൾക്കാർക്ക് ജനിച്ചിരിക്കുന്നത് ജൂലൈ 3, 2001 ജൂലൈ 3, 2006 ആയിരിക്കണം. ഇതിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. ബോൺ ബിറ്റ്വീൻ ജൂലൈ 3, 2001 ജൂലൈ 3, 2004 ജനിച്ച ആൾക്കാരായാൽ മതി. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇവിടെ ഇത് എല്ലാ പ്ലസ് ടുക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എന്തുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം. ഓക്കെ, ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്തിട്ട് അവിടെ കിട്ടത്തുള്ളൂ. പിടികിട്ടിയോ? ഇനി അടുത്തത് ഫാർമസി പഠിച്ച ആൾക്കാർക്കും ഇതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പ്ലസ് ടുവിന് എന്തുണ്ടാവണം, 50% മാർക്ക് ഉണ്ടാവണം. BSc ഫാർമസിയിൽ എന്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഓർ BSc ഫാർമസിയിൽ എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവണം. ഒരു വാലിഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം. ഫാർമസി കൗൺസിലിന് നിങ്ങൾക്കൊരു വാലിഡ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മാൻഡറ്ററി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അഥവാ നമ്മുടെ കായികക്ഷമതയ്ക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ട മെഡിക്കൽ എന്തൊക്കെ വേണമെന്നാണ്. അതിന് ആദ്യം വേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് മിനിമം നമുക്ക് 152.5 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഹൈറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ട് 48 മുതൽ 50 വരെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിലും നമ്മൾ ഹൈറ്റും വെയിറ്റ് മിനിമം നമ്മൾ 50 കിലോഗ്രാമിൽ നിർത്തണം. ഓക്കെ, ഇവിടെ ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമാണെന്ന് പറയുന്നുണ്ട്, ഒരു ഹെൽത്തി റേഞ്ചിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് 77+5 സെന്റിമീറ്റർ ആണ്. നോർമൽ സ്റ്റേജിൽ നിങ്ങൾക്ക് 77
അതിനോട് 5 കൂട്ടി ഒരു ചെസ്റ്റ് എക്സ്പാൻഷൻ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, വിഷ്വൽ നോക്കുക. അതേപോലെ 6/9 ഇൻ ഈച്ച് ഐ ആണ് പറയുന്നത്. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഹിയറിംഗ് ഒരു 6 മീറ്റർ അപ്പുറത്ത് വിസ്പർ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണം. അതുപോലെ തന്നെ 14 ഡെന്റൽ പോയിന്റ്സ്, അതായത് 28 പല്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഇനി അടുത്ത് നോക്കണം, റൈറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആണ് നമുക്ക് അടുത്ത് പറയാൻ പോണത്. നോക്കിക്കോളൂ, റൈറ്റിംഗ് മെറ്റീരിയലിന് നമ്മുടെ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ തന്നെ അവർ പറയുന്നുണ്ട്. HB പെൻസിൽ വേണം, എറേസർ, ഷാർപ്നർ, ഗ്ലൂ സ്റ്റിക്ക്, സ്റ്റാപ്ലർ ആൻഡ് ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെന്നാണ് വേണ്ടത് എഴുതാൻ വേണ്ടിയിട്ട്, എഴുത്ത് പരീക്ഷയ്ക്ക്. ഇനി ഡോക്യുമെന്റ് റിക്വയർഡിൽ നിങ്ങളുടെ 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അൺഅറ്റസ്റ്റഡ്, അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതില് മാക്സിമം നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. അതുപോലെ തട്ടിടാനോ തൊപ്പിടാനോ നിൽക്കരുത്. അതേപോലെ തന്നെ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് സ്ലേറ്റില് നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടാവണം. അത് നിങ്ങൾ ഇങ്ങനെ ചെസ്റ്റിന് നേരെ പിടിച്ചിട്ടും ഉണ്ടാവണം. ഓക്കെ, അതില് നിങ്ങളുടെ നെയിമും ഡേറ്റും, അതായത് ഫോട്ടോ എടുത്ത ഡേറ്റും നിങ്ങളുടെ പേരും ക്യാപിറ്റൽ ലെറ്ററിൽ വൃത്തിക്ക് എഴുതണം കേട്ടോ. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ക്യാപിറ്റൽ ലെറ്ററിൽ വൃത്തിക്ക് എഴുതാൻ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്, അഥവാ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, നോക്കടാ. +2 അല്ലെങ്കിൽ അതിന്റെ ഇക്വിവാലന്റ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി നമുക്ക് VHS അങ്ങനെ കുറെ ഉണ്ടല്ലോ, അതിന്റെ ഏതാണെങ്കിലും ശരി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അത് പ്ലസ് 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്. ഈ പറയുന്ന എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ ഇനിയിപ്പോ ഈ BSc ഓർ ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതിന്റെ ഒറിജിനൽ മാർക്ക് ഷീറ്റും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റും ഒറിജിനൽ മാർക്ക് ഷീറ്റും അതിന്റെ ഒറിജിനൽ ഒന്നും, അതുപോലെ തന്നെ 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് എടുത്തു വെക്കാം. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇതുണ്ടാവും, ഇതാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് വെക്കുക, പേരെഴുതി ഒപ്പിട്ട് സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതിനോട് ചുമപ്പിൽ കൊടുത്ത് വെറുതെ അല്ല, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഡൊമിസൈൽ ഇല്ലാതെ അങ്ങോട്ട് പോണ്ട, കാരണം പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ്. ഓക്കെ, ഇനി NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി, NCC. അതേപോലെ നിങ്ങളുടെ ആരെങ്കിലും ആർമിയിൽ നിന്ന് വിരമിച്ചാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം, ആ കാർഡുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാം. ഓക്കെ, ആധാർ കാർഡ് ഒറിജിനൽ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗസ്റ്റഡ് ഓഫീസർ ആണോ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഗവൺമെന്റ് പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇത് പറയുന്ന ഏതെങ്കിലും ഓതറൈസ്ഡ് ആയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കണം. അടുത്തത് നമുക്കറിയാം, നമ്മൾ ഏത് ഇതിന് പോയാലും ശരി നമുക്കൊരു കൺസെന്റ് ഫോം വേണം. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് ഈ കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യണം. കൺസെന്റ് ഫോമിന്റെ ഒരു ഡോക്യുമെന്റ് കോപ്പി ഞാൻ എന്ത് ചെയ്യാം, താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫോട്ടോകോപ്പി എടുത്ത് പൂരിപ്പിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കോപ്പി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കോടാ, ഇതില് ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യാ, സണ്ണൊക്കെ അല്ലേ, ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, എന്റെ പേര് സായി കൊടുത്തു. അതുപോലെ തന്നെ ആരാണോ സൈൻ ചെയ്യുന്ന അവരുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവിടെ ഒപ്പിടുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളിത് ഫില്ല് ചെയ്യുക. വീണ്ടും പറയാം, 18 വയസ്സാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഒപ്പിടാവുന്നതാണ്. ഇനി അതല്ല അതിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാരന്റ്സ് വേണം ഒപ്പിടാൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കാര്യപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. 1.6 കിലോമീറ്റർ ഓട്ടം. എടാ, അതിന് നിങ്ങൾക്ക് 7 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് 1.6 കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് 7 മിനിറ്റ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ആർമി GDക്കൊക്കെ 5.5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ 1.6 കിലോമീറ്റർ ഓടി കയറുന്നത്. ഇവിടെ നമുക്ക് 7 മിനിറ്റ് ഉണ്ട്. സുഖമായിട്ട് വേണമെന്നുള്ള പിള്ളേർക്ക് ഓടി കയറാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ 7 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ടാവും ആർക്ക്, ഈ 21 വയസ്സിന് മേലെയുള്ള BSc ഡിപ്ലോമ ഓർ ഫാർമസി ഉള്ള ആൾക്കാർക്ക് 7.5 മിനിറ്റും ഉണ്ടാവും. ഓക്കെ, ഇതിനകം ഓടി കയറിയാൽ മതി 1.5 കിലോമീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 10 പുഷപ്പ് ഉണ്ടാവും, 10 സിക്സപ്പ് ഉണ്ടാവും, അതിന്റെ 20 സ്ക്വാഡ്സ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പൊ ഇത് ക്വാളിഫൈ ആയ ആൾക്കാർക്ക് ആദ്യം നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഇത് ഓടി കയറിയ ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത റിട്ടൺ ടെസ്റ്റ്, phase 2 ആയിട്ടുള്ള റിട്ടൺ ടെസ്റ്റിലേക്ക് പോവാം. നോക്കിക്കോ, റിട്ടൺ ടെസ്റ്റില് നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായ ആൾക്കാർക്കാണ് എന്ത് ചെയ്യാം, phase 2ലേക്ക് വരിക. അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കണം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, പേടിക്കേണ്ട, കറപ്പിച്ച് പോയാൽ മതി. ഇനി ഇംഗ്ലീഷ് സബ്ജക്ട് കവർ, ഇംഗ്ലീഷ് ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ആണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, എക്സാമിന് കാര്യമായിട്ട് ഉണ്ടാവുക. 45 മിനിറ്റ് ആണ് നിങ്ങൾ എക്സാമിന് ടൈം ഉണ്ടാവും, മൊത്തം 45 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇത് മര്യാദക്ക് നിങ്ങൾ പഠിച്ചോളാം. അതിലും നമുക്ക് വരുന്നത്
+2 വരുന്ന CBSE സിലബസ് ഇവിടെ അക്രഡിഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളാം. പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ബേസിക് ലെവൽ സാധനങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ശരി ഉത്തരത്തിന് നിങ്ങൾക്ക് 1 മാർക്ക് വെച്ച് കിട്ടുമെങ്കിലും ഇവിടെ ഓരോ ഇൻകറക്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 0.25, അതായത് 0.25 വെച്ച് നിങ്ങൾക്ക് കുറയും ചെയ്യും. ഓക്കെ. ഇംഗ്ലീഷിന് 20 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ രാഗ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ഒക്കെ വരുന്നതിന് 30 ചോദ്യങ്ങളും ഉണ്ടാവും. പിടികിട്ടോ? ഇനി ഇത് പാസ്സാവുന്ന ആൾക്കാര് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഏതാടാ? നോക്കിയേ, ഫേസ് 3 വരുന്ന അഡാപ്റ്റിവിറ്റി ടെസ്റ്റ്. ഇവിടെ നടക്കുന്ന എന്താ വെച്ചാൽ ആക്ച്വലി നിങ്ങൾ അവിടെ അഡാപ്റ്റ് ചെയ്യുമെന്നാണ്. എയർഫോഴ്സിന്റെ സിറ്റുവേഷനിൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നടക്കുന്നത്. കേട്ടോ, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, അങ്ങനത്തെ കുറെ ടെസ്റ്റുകൾ നിങ്ങൾ അവിടെ നടത്തും. അതായത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ സർവൈവ് ചെയ്ത് പോകുമെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അടുത്തൊന്നും അത്ര വലിയ സംഭവം ഒന്നല്ല, സെറ്റാണ്. ഓക്കെ. ഇനി മെഡിക്കൽ ടെസ്റ്റ്. മെഡിക്കൽ ടെസ്റ്റ് ലാസ്റ്റ് ടെസ്റ്റ് ആണ്. ഇവിടെ അറിയാം നമുക്ക് എന്തുണ്ടാവും, ജനറൽ ചെക്കപ്പ് ഉണ്ടാവും, വിഷൻ ടെസ്റ്റ്, ഹിയറിംഗ് ടെസ്റ്റ്, ഡെന്റൽ എക്സാമിനേഷൻ, സ്ക്രീനിങ് ഡിസീസ് ഓർ ഡിഫോമിറ്റീസ്, അതായത് നമ്മുടെ നോക്കിംഗ് നീ, അതുപോലെ തന്നെ ഹാൻഡ് ബെൻഡ്, ഇങ്ങനത്തെ കുറെ നമുക്ക് ഡിഫോമിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ. ഇനി നമ്മളെ പിള്ളേരോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു 10 സെറ്റ് ഡെമോ ക്വസ്റ്റ്യൻ പേപ്പറും തരാം, ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ അനലൈസിങ്ങും തരാം. അതുപോലെ തന്നെ സിലബസ്, നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇരിക്കാം. പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 199 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇതിന് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് അത്രയ്ക്ക് വലിയ മാർക്കൊന്നുമല്ല. +2 50% ഇംഗ്ലീഷ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ക്രൈറ്റീരിയകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയാൽ നമുക്ക് 90% കൊണ്ടുപോരാന്നുള്ള കോൺഫിഡൻസ്. ഇനി നിങ്ങൾക്ക് ഏകദേശം അടുത്ത ഫെബ്രുവരി 1-ാം തീയതി 2-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾ മാക്സിമം ഇതിന് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഇത് ട്രൈ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും ശരിയില്ല, ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാം. ഒരു ഓപ്പൺ റാലി നമ്മളെ നാട്ടിൽ നടക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്തോളാം, പോയി അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ടെലഗ്രാമിലോ വാട്സപ്പിലോ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ചോദിച്ചോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം, ഞാനും നമ്മളെ എല്ലാ ടീമും പ്രാർത്ഥിക്കാം. ഓക്കെ. താങ്ക് യു.